മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തോടുള്ള സമ്മതം വഴിയും അവൻ്റെ സമ്മതത്തിന് മുൻപേ നിലനിൽക്കുന്നവനും അതിനെ പരിരക്ഷിക്കുന്നവനുമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തോടുള്ള സ്നേഹത്തിൻ്റെ സഹകരണവും അത് പ്രകടിപ്പിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശിപ്പിക്കലിലൂടെ മനുഷ്യൻ്റെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ മനുഷ്യൻ ആ പ്രചോദനം സ്വീകരിക്കുന്നു. നിസ്സംഗനായിട്ടല്ല, കാരണം അവനത് നിരസിക്കാനും കഴിയും. അവന് സ്വാതന്ത്ര്യമുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ കൃപ കൂടാതെ സ്വതന്ത്രമായ സ്വന്തം ഹിതം മൂലം ദൈവദൃഷ്ടിയിലുള്ള നീതിയിലേക്ക് തന്നെ നയിക്കാനാവുകയില്ല. അപ്പോൾ എങ്ങനെയാണ് അവൻ നയിക്കപ്പെടുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലാണ്. ഈ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ യോഗ്യതയിലൂടെ എല്ലാവരിലും എന്ന് പറഞ്ഞാൽ അക്രൈസ്തവരിലും അച്ചാരമായി ഉണ്ട്. ഒരു ക്രിസ്തുവിനെ അറിയാത്ത ഒരുവനിലും ഇത് അച്ചാരമായിട്ടുണ്ട്. അച്ചാരമായിട്ട് അവനിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ തീപ്പൊരിയാണ് അവനെ ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ ഇതിന്നേ വരെ കേൾക്കാത്ത ഒന്നാണല്ലോ, അതെന്താണത്? പടിപടിയായിട്ട് അവനെ ദൈവത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പം നമ്മുടെ തന്നെ ഇവിടെ ഒരുപാട് അക്രൈസ്തവരായി വിശ്വാസത്തിലേക്ക് വന്നവർ ഉണ്ടല്ലോ. അവർ മാമോദീസ സ്വീകരിച്ചത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ്. പക്ഷെ അതിന് മുമ്പേ തന്നെ നമ്മളെക്കാൾ ശക്തമായിട്ട് അവർ പ്രവർത്തനങ്ങൾ നടത്തിയോ ഇല്ലയോ? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അത്രയ്ക്ക് ജനറസ്, അത്രയ്ക്ക് വിപുലമായ പ്രവർത്തനം മനുഷ്യൻ്റെ ആത്മാവിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇനി 994 ഇത് വളരെ മനോഹരമാണ്. ദൈവമേ, ഇതെല്ലാം കേട്ടപ്പോൾ ഞാനങ്ങ് ഹൃദയം നിറഞ്ഞു. യേശുക്രിസ്തുവിൽ എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രകടമാക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്നതുമായ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് നീതീകരണം. ഒന്ന് വായിച്ചേ, ഒന്ന് പറഞ്ഞ എല്ലാവരും. യേശുക്രിസ്തുവിൽ പ്രകടമാക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്നതുമായ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് നീതീകരണം. ദൈവസ്നേഹത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് നീതീകരണം. ഇനി സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു പ്രബോധനമാണ്. ദുഷ്ടന്മാരുടെ നീതീകരണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടികർമ്മത്തേക്കാൾ വലിയ പ്രവൃത്തിയാണ്. കാരണം ഭൂമിയും കടന്നു പോകും, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷയും നീതീകരണവും കടന്നു പോകയില്ല. എന്ന് പറഞ്ഞാൽ സെയിൻറ്റ് അഗസ്റ്റിൻ തന്നെ വലിയ ഒരു പാപിയായിരുന്നു. പക്ഷേ അയാൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അയാൾ നീതീകരിക്കപ്പെട്ടു. അയാൾ വലിയ ബുദ്ധി രാക്ഷസനായിരുന്നു. ഒരിക്കൽ അംബ്രോസ് പിതാവിൻ്റെ അടുത്ത് ചെന്നു. അമ്മ മോനിക്കായുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നല്ലോ. അംബ്രോസ് പറഞ്ഞു, മോനെ, നിനക്ക് എന്ത് പറ്റിയിടാ മോനെ? ഇല്ല, ഞാൻ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ സത്യം അന്വേഷിക്കുന്നുവോ? എടാ, സത്യം നീ അന്വേഷിക്കല്ല വേണ്ടത്, സത്യം നിന്നെ അന്വേഷിക്കണം. ദ ട്രൂത്ത് ഷുഡ് സെർച്ച് യു. You should allow the truth to search you.
open to search the truth? No. സത്യം നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സത്യം ഒരു വ്യക്തിയാണ്. Praise the Lord. Truth is a person. സെന്റ് അഗസ്റ്റിൻ്റെ തല പൊളിഞ്ഞ മാതിരിയാ തോന്നിയത്. സത്യം ഒരു വ്യക്തി. അത് ഈശോ പറഞ്ഞതാണ് ഇല്ലേ? ഐ ആം ദ ട്രൂത്ത്. സെന്റ് അഗസ്റ്റിൻ്റെ ഉള്ളിലൊരു ചലനമുണ്ടായി. അങ്ങനെയാണ് പിന്നീട് സെന്റ് അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അപ്പോൾ ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ ഇയാൾക്ക് പലരുമായിട്ട് അവിഹിത ബന്ധങ്ങളും ഒരു സ്ത്രീയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. പക്ഷേ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിൽ സ്നാനപ്പെട്ട കഴിഞ്ഞ ഇയാൾക്ക് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ ദിവസമായിട്ട് ആ പെണ്ണിനെ കാണാൻ പറ്റണില്ല ഇയാളെ. അപ്പോൾ അവൾ അന്വേഷിച്ച് വന്നു, ഇവനെവിടെ പോയി? എല്ലാ ദിവസവും എൻ്റെ കൂടെ വന്ന് കിടന്നിരുന്ന ഇവനിപ്പോൾ എവിടെയാ? അങ്ങനെ അന്വേഷിച്ച് അഗസ്തീൻ പോണ വഴിക്ക് ഒരു ദിവസം നോക്കി നിന്ന്, ഏയ് അഗസ്തീൻ, നീ എവിടേക്കാ പോകുന്നേ? നീ എന്താ എൻ്റെ അടുത്ത് വരാത്തത്? ഞാൻ നിൻ്റെ ആ പഴയ സുഹൃത്താണ്, നിൻ്റെ പഴയ ഗേൾ ഫ്രണ്ടാണ്. അഗസ്തീൻ പറഞ്ഞു, ക്ഷമിക്കണം, പക്ഷേ ഞാൻ ആ പഴയ അഗസ്തീൻ അല്ല. I am not that old Augustine. Goodbye. ഇതാണ് നീതീകരണം. I am not that old Augustine. ഞാൻ ആ പഴയ അഗസ്തി അല്ല. ഞാൻ ഒരു പുതിയ വ്യക്തിയായി മാറിയിരിക്കുന്നു. എനിക്കിനി ആ പഴയതൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ദുഷ്ടന്റെ നീതീകരണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടികർമ്മത്തെക്കാൾ വലിയ പ്രവൃത്തിയാണ്. കാരണം ആകാശവും ഭൂമിയും സൃഷ്ടിയാണ്, അത് മാറിപ്പോകും. എന്നാൽ ഈ അഗസ്തീനോസ് വിശുദ്ധനായി വേദപാരംഗതനായി സ്വർഗത്തിൽ ലോകം മുഴുവനിലേക്കും കൃപയും നീതിയും വർഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ അനന്ത നന്മ നൽകുന്ന ഒരാത്മാവായി മാറി. ഇയാൾക്ക് ഇനി മരണമുണ്ടോ? ഇയാൾ എന്നേക്കും നിലനിൽക്കുന്നു. പുതിയ ആകാശം പുതിയ ഭൂമിയിലായി മാറുന്നു ആ വ്യക്തി. ഇതാണ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവുന്നത്. തുടർന്ന് പറയുകയാണ് അഗസ്തീനോസിൻ്റെ തന്നെ, പാപികളുടെ നീതീകരണം നീതിയിലുള്ള മാലാഖമാരുടെ സൃഷ്ടിയെയും അതിശയിക്കുന്നു. കാരണം അത് കൂടുതൽ വലിയ കാരുണ്യത്തിന് സാക്ഷ്യം നൽകുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവ് ആന്തരിക ഗുരുവാണ്. ആന്തരിക മനുഷ്യന് ജന്മം നൽകിക്കൊണ്ട് നീതീകരണം സമ്പൂർണ്ണ മനുഷ്യൻ്റെ ശുദ്ധീകരണം ഉൾപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ 45 1 കൊറിന്ത്യോസ് 2:7-9 വരെ 1 കൊറിന്ത്യോസ് 2:7-9 വരെ ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ 1 കൊറിന്ത്യോസ് 2 റോമക്കാർക്ക് എഴുതിയ ലേഖനം സോറി റോമർ 6:19-22 സോറി 45 റോമർ 6:19-22 റോമർ 6:19-22 ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ.
എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ സുവിശേഷ ഭാഗത്ത് ഈശോ ഫരിസേയരോട് ഈ ദൈവനീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കും. ഫരിസേയരുടെ നീതിയും ദൈവനീതിയും തമ്മിലുള്ള ഒരു വലിയ കോൺട്രവേഴ്സിയും അതെങ്ങനെയാണ് ഈശോ അവതരിപ്പിക്കുന്നതെന്നും നമ്മൾ പഠിക്കണം. അതിലേക്ക് നമ്മൾ ഇനി അടുത്ത ക്ലാസ് നമുക്കൊന്ന് തുറന്തമായി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ജെയ്സൺ അച്ഛൻ വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈ ആശീർവാദ സമയത്ത് നമ്മൾ പാടുന്ന പാട്ട് നമ്മളെല്ലാ ദിവസവും പാടുന്നതാണ്. എങ്കിലൊന്ന് ശ്രദ്ധിക്കൂ, എന്താണ് അവിടെ പറയുന്നത്? പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുമീ. ഇനി അച്ഛനത് പാടും, നമ്മളേറ്റ് പാടി ആശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സരസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ.
മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പല സംശയങ്ങളുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ആരും ചർച്ച ചെയ്യരുത്. ഈ പ്രബോധനം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കുറേയും കൂടി ക്ലാരിറ്റി കിട്ടും. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. പിന്നീട് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു കുറിപ്പിൽ എഴുതി എൻ്റെ കയ്യിൽ തന്നാൽ മതി. സംശയം ഞാനത് പിന്നീട് അതിനെ ക്ലാരിഫൈ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ